Hello friends, I am Nisha from Nissa's Kitchen. Welcome to my channel. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ചെമ്മീൻ ഡ്രൈ റോസ്റ്റ് ആണ്. വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെമ്മീൻ 250 ഗ്രാം, തോടും ഉള്ളിലെ നാരും ഒക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. സവോള ഒരെണ്ണം വലുത് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം നന്നായിട്ട് ചതച്ചെടുത്തത്, വെളുത്തുള്ളി 6 അല്ലി നന്നായിട്ട് ചതച്ചെടുത്തത്, പച്ചമുളക് 2 എണ്ണം വട്ടത്തിലരിഞ്ഞത്, കറിവേപ്പില, തക്കാളി ഒരെണ്ണം മീഡിയം സൈസ് അരിഞ്ഞെടുത്തത്, മുളക് പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ചെമ്മീനിലേക്ക് കുറച്ച് മസാല പുരട്ടണം. അതിനായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീൻ ഞാനൊരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, ഹോട്ട് ചില്ലി പൗഡറാണ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ചെമ്മീനിലേക്ക് ഈ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ നന്നായിട്ട് പിടിച്ച് വരണം. അതുകൊണ്ട് തന്നെ ഇത് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചെമ്മീൻ്റെ ഉള്ളിലോട്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇതിനെ ഫ്രിഡ്ജിൽ വെക്കാം. മസാല പുരട്ടി വെച്ചിരുന്ന ചെമ്മീൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കൈ കൊണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഇതിനെ റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ്പ് ഫ്രൈഡ് ആവശ്യമില്ല. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ചെമ്മീൻ ഇടാൻ. ചെമ്മീൻ ഇട്ടതിന് ശേഷം ഇതിനെ മീഡിയം ഹീറ്റിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കൂടിക്കിടക്കാതെ ഇതെല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ 1 സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ തിരിച്ചു വിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. ചെമ്മീൻ്റെ ടോട്ടൽ ഫ്രൈയിങ് ടൈം 10 മിനിറ്റിൽ താഴെ മതി. ഒരുപാട് സമയമിട്ട് ഫ്രൈ ചെയ്താൽ ഇത് റബ്ബർ പോലെ ആയിപ്പോകും. ഇപ്പം നമ്മുടെ ചെമ്മീൻ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതുപോലെ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. മുഴുവൻ ചെമ്മീനും ഞാനിപ്പോൾ ഓയിലിൽ നിന്ന് കോരി മാറ്റി. ഈ ബാലൻസ് വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി കിടക്കുകയാണ്. ഇതിലോട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. ഇത് രണ്ടും കൂടെ നമുക്ക് ആദ്യമേ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഫ്ലേവറിന് ഈ കറിയിലോട്ട് നന്നായിട്ട് കിട്ടാനായിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. സവോള അരിഞ്ഞത് ചേർക്കാം. സവോള ഞാൻ ഒരെണ്ണം വലുതാണ് ചേർക്കുന്നത്. മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർക്കാം. ഉപ്പ് ചേർക്കാം. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. മിക്സ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഹീറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഈ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് ഗരം മസാല ചേർക്കാം. ഗരം മസാല നമ്മൾ മീനിന് അധികം ചേർക്കില്ല, അതുകൊണ്ട് 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു ലോ ഹീറ്റിലിട്ടിട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റാം. ഈ പൊടികളൊന്ന് മൂത്ത് വരുന്നത് വരെ. ഇപ്പോൾ പൊടികളെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അടുത്തായിട്ട് തക്കാളി ചേർക്കാം.
തക്കാളി ഒരെണ്ണം മീഡിയം സൈസിലുള്ളതാണ് ചേർക്കുന്നത്. അധികം വേണ്ട, കാരണം നമ്മൾ ആകെ 250 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റായിട്ട് വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ടൊമാറ്റോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ തവി കൊണ്ട് ടൊമാറ്റോ ഇതുപോലൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഒരു 5 മിനിറ്റും കൂടെ ഇതിനെ മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യണം. ചെമ്മീൻ്റെ ഉള്ളിലോട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തുറന്ന് വെച്ചുകൊണ്ട് വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മളൊരു 5 മിനിറ്റും കൂടെ ഇതിനെ കുക്ക് ചെയ്തു. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ചെമ്മീൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മതി. കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് അധികം ചേർക്കുന്നത് വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റുള്ള ഒരു ഡിഷാണിത്. ഇഷ്ടമായാൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്